നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഒരു ലോക്ക്ഡൌൺ അവസ്ഥയാണോ നിലനിൽക്കുന്നത് എന്ന ചോദ്യം, ലോക്ക്ഡൌൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, അടിസ്ഥാനരഹിതമായ വിവരങ്ങളാണ്. അത്തരത്തിൽ രാജ്യത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കെട്ടുകഥകൾ വിശ്വസിക്കരുത്, ലോക്ക്ഡൌണിനുള്ള ഒരു സാഹചര്യവുമില്ല, അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്നു എന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ വിശദീകരണവുമായി രംഗത്ത് വന്നത്. രാജ്യത്ത് എനർജി ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്നുള്ള വ്യാപകമായ പ്രചരണമാണ് ഉണ്ടായത്. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഇത് സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് പാർലമെന്റിൽ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രസ്താവന പ്രധാനമന്ത്രി ഇരുസഭകൾ നടത്തുമ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് എന്ന പോലെ രാജ്യം, സംസ്ഥാനത്തും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും അധികൃതർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി തരണം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് യുദ്ധം ഏറെ നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഏറെ നാൾ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈ പറഞ്ഞത് മറ്റൊരു ലോക്ക്ഡൌണിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന രീതിയിലാണ് പലരും വ്യാഖ്യാനിച്ചത്. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും രാജ്യത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനുള്ള ആലോചന നിലവിൽ കേന്ദ്ര സർക്കാരിനില്ല. അവശ്യ വസ്തുക്കളുടെ അതുപോലെ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെ LPGയുടെ ലഭ്യത കേന്ദ്ര സർക്കാർ നിരന്തരം ഇടപെട്ട് ഉറപ്പുവരുത്തുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയോ മറ്റ് അഭ്യൂഹങ്ങൾ വിശ്വസിക്കുകയോ ചെയ്യരുത്. നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം വിരാമമില്ലാതെ തുടരുകയാണ്. ഇതിനിടെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായേക്കുമെന്ന ഭീതി വർദ്ധിക്കുന്നു. കോവിഡ് കാലത്തിന് സമാനമായി ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇന്ത്യ ലോക്ക്ഡൌൺ അഗെയിൻ, ലോക്ക്ഡൌൺ ന്യൂസ് എന്നിങ്ങനെയുള്ള സെർച്ചുകൾ ട്രെൻഡിംഗ് ആയി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കവേ COVID-19 പരാമർശമുണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു ആശങ്ക രാജ്യത്തെങ്ങും കത്തിപ്പടർന്നത്. എന്തായാലും ആ ആശങ്കയ്ക്ക് നിലവിൽ സ്ഥാനമില്ല. അത്തരത്തിൽ ലോക്ക്ഡൌണിലേക്ക് രാജ്യം നീങ്ങില്ല എന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. ആഗോളതലത്തിലെ അരക്ഷിതാവസ്ഥകളുടെ ഭാരം കർഷകർക്ക് മേൽ വരാൻ സർക്കാർ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കോവിഡ് കാലത്തിൽ എന്നതുപോലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും യുദ്ധത്തിന് ഗൗരവതരമായ അനന്തര ഫലങ്ങൾ ഉണ്ടാകും. ഇന്ധനം, വളം, ഗ്യാസ് വിതരണ ശൃംഖല, പണപ്പെരുപ്പം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നേരിടാൻ വിവിധ ഗ്രൂപ്പുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും കോവിഡ് കാലത്തെ രീതികൾക്ക് സമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ, ഇസ്രായേൽ, US തുടങ്ങിയ രാജ്യങ്ങളുമായെല്ലാം ഇന്ത്യ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നയതന്ത്ര തലത്തിൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ അടക്കം രൂപീകരിച്ചതായി മോദി പറഞ്ഞതോടെ ദേശീയ തലത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കുമെന്ന ഊഹാപോഹങ്ങൾ ശക്തമായി. പക്ഷേ സർക്കാർ ഇത്തരം പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം, അത്തരത്തിലുള്ളൊരു പ്രചരണത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു.